വിശദീകരണ പ്രക്രിയ യാഥാർത്ഥ്യമാക്കിയതും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഈ കേരളം ഭരിക്കുമ്പോഴാണ്. സഖാവ് AK ബാലേട്ടനാണ് അന്ന് കേരളത്തിൻ്റെ വൈദ്യുതി വകുപ്പ് മന്ത്രി. സഖാവ് ജോസ് ബേബിയാണ് മണ്ണാർക്കാട്ടെ അട്ടപ്പാടി ഉൾപ്പെടുന്ന പ്രദേശത്തെ MLA. ഇങ്ങനെ നമ്മൾ അട്ടപ്പാടി ആരംഭിക്കുന്നത് മുക്കാലിൽ ഇങ്ങനെ തുടങ്ങും നിങ്ങൾ. എന്നിട്ട് ഈ ഭൂപ്രദേശം മൊത്തം ഒന്ന് സഞ്ചരിക്കുക. നിങ്ങൾ സ്വതന്ത്രമായ എൻക്വയറി നടത്ത്. രാഷ്ട്രീയത്തിനപ്പുറം എന്തെല്ലാം കാര്യങ്ങളാണ് അട്ടപ്പാടിയിൽ നടന്നിട്ടുള്ളത് എന്നതിനെ സംബന്ധിച്ച് വിശദമായൊരു പരിശോധന നടത്തുക. അങ്ങനെ പരിശോധന നടത്തുമ്പോൾ കഴിഞ്ഞ 15 വർഷം തുടർച്ചയായിട്ടുണ്ടായിരുന്ന MLAയും അതിനു മുമ്പുണ്ടായിരുന്ന MLAയും തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റും. അത് നിങ്ങളൊന്ന് അന്വേഷിക്കുക. മണ്ണാർക്കാട്ടുകാരനായ ഒരു MLA സഖാവ് ജോസ് ബേബി താമസിക്കുന്നത് മണ്ണാർക്കാട്ടുകാരനാണ്. മണ്ണാർക്കാട് തൊട്ടുള്ള ആളാണ്. മണ്ണാർക്കാട് മണ്ഡലത്തിലാണ്. സ്വാഭാവികമായും മണ്ണാർക്കാട് മണ്ഡലത്തിലെ വികസനക്ഷേമ പ്രവർത്തനങ്ങളോട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടാകും. ഇവിടെ ഒന്നും ചെയ്തില്ലെങ്കിലും വിജയിക്കാൻ പറ്റുമെന്ന് കരുതുന്ന ഒരാളാണ് ഇപ്പോൾ മണ്ണാർക്കാട് MLA. അതുകൊണ്ട് അതൊന്നും ചെയ്യാതിരുന്നത് പൈസ മണ്ണാർക്കാട് MLAക്ക് മാത്രമല്ലല്ലോ, അങ്ങനെയൊക്കെ ഒരു വ്യക്തിയെ മാത്രം നോക്കി കൊടുക്കാത്ത പരാതിയുണ്ടോ?